السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് സുന്നി ക്ലാസ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഒരു ഹദീസ്. ഈ സംഭവം മുഅ്മിനീങ്ങൾക്ക് പരസ്പരം മാഫ് കൊടുക്കണേ, അഫ്വ് കൊടുക്കണേ, പൊരുത്തപ്പെട്ട് കൊടുക്കണേ എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യം എന്ന് മനസ്സിലാക്കുകയായിട്ടില്ല. പരസ്പരം നന്നാക്കി വിട്ട് ജണ്ടാലിടയിൽ സമാക്കി വിട്ട് അങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അങ്ങനെ സമാക്കി വിട്ട് ഇതൊക്കെ ഇസ്ലാം വലിയ പ്രതിഫലം കൽപ്പിച്ച കാര്യങ്ങൾ, പ്രതിഫലം വാഗ്ദാനമാക്കിയ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുകയുള്ള ഒരു സംഭവമായിട്ടിക്കത്, ഒരു ഹദീസായിട്ടിക്കത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ പരസ്പരം നന്നാക്കി കൊടുക്കുക എന്നുള്ളത് എപ്പോ? ദുനിയാവിലല്ല, ആഖിറത്തിൽ. ആ ഒരു സംഭവം നീ നോക്കൂ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കുന്ന ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലിങ്ങനെ തെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലുകളെല്ലാം കാണ്ട രീതിയിൽ ചിരിച്ചത്. മുൻപല്ലുകളെല്ലാം കാണ്ട് ആ രീതിയിൽ. എന്നിട്ട് അത് ചിരിച്ചിട്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത്, നബിയെ എന്തേ നിങ്ങൾ ചിരിക്കാനുള്ള കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന്, നന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ജണ്ടാൽമാർ അങ്ങ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എതിരിൽ മുട്ടുകുത്തിട്ട് അങ്ങ് നിன்ற ഈ കാലിന്റെ മുട്ടുടെ നിലത്ത് കുത്തിയിട്ട്. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരാൾ ചൊല്ലേ, പടച്ചവനെ ഓന് നക്ക് അന്യായാക്കിയത്, അതുകൊണ്ട് ആ അന്യായാക്കിയത് നക്ക് ഓണിൽ നിന്നും നീ എടുത്തു തരണം. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചൊല്ല, നീ അവനക്ക് അന്യായാക്കിയതല്ലേ, തിരിച്ചു കൊടു. അപ്പൊ ആ മനസ്സ് ചൊല്ലു, പടച്ചവനെ നന്റെ നല്ലതൊന്നുമില്ല, ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ, നാസ്കരിച്ച സദഖകൾ, നഹാക്കിയ നല്ലതെല്ലാം നക്കൊന്നും ബാക്കിയായിട്ടില്ല. അപ്പൊ അല്ലാഹു തആല കേക്കട, എന്താക്കടേ അവന്റെ എന്തും നല്ലതില്ലല്ലേ. അപ്പ ഈ മനസ്സില, പടച്ചവനെ നാനാക്കിയ തപ്പുണ്ടല്ലേ, അതെടുത്തിട്ട് അവനു കൊടുക്കും. ഇത് ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണിടെ തന്നെ ഇങ്ങനെ ഒലിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ഒലുകിപ്പോയി. നബി തങ്ങൾ ഉൾപ്പെട്ടിട്ട് എന്നിട്ട് നബി തങ്ങൾ ചെന്ന്, ആ നാള് വല്ലാത്ത ഒരു നാളായിട്ടിരിക്കുന്നത് അല്ലെ. ആക്കിയ നല്ലതൊക്കെ പ്രതിഫലം കിട്ടുമ്പോ ഞങ്ങൾ പിന്നർത്തൊക്കെ അന്യായാക്കിയിട്ട് അക്രമാക്കിയിട്ട് ഞങ്ങളെ ഇബാദത്തുകൾ എടുത്തിട്ട് ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെടുത്ത് പിന്നൊരാൾക്ക് ഓതി കൊടുക്കുമ്പോ അവനക്കതിര് ഞങ്ങളെ പ്രതിഫലത്തെ ഞങ്ങൾക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങളെ കൊടുക്കുമ്പോ ബാലൻസ് 0 ആയില്ലേ, എന്തും ഇല്ലേ. അപ്പൊ പിന്നെയും ഞങ്ങൾ ആക്രമിച്ച ആൾക്കാരുണ്ട് കണ്ടെങ്കിൽ അങ്ങക്ക് ഞങ്ങൾ കൊടുക്കുകയും, എന്തും ഇല്ലെങ്കിൽ അങ്ങാക്കിയ ദോഷങ്ങളെടുത്ത് ഞങ്ങളെ മേൽ കയറ്റുക, അത് പൊറുക്കേണ്ടി വരും. അപ്പൊ ഈ സംഭവം ഉദ്ധരിക്കുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണിടെ തന്നെ ഒലിക്കിട്ടുണ്ട് ആ നാളുടെ ഗൗരവം. കാരണം നബി തങ്ങൾ കണ്ട വ്യക്തിയായിരിക്കും. അല്ലാഹു തആല മിഅ്റാജിലെ ജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷകളും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളെല്ലാം കാട്ടിക്കൊടുത്തു. അത് നേരിട്ട് കണ്ട ആളായിട്ടിരിക്കരുത്. അതുകൊണ്ട് ഖബറുടെ അടിയിൽ ഖബറിലുള്ളതും ഖബറുടെ മേൽഭാഗത്ത് നിൽക്കുന്ന ഞങ്ങൾ ഖബറുടെ ഉൾഭാഗത്തുള്ള അവസ്ഥ ഞങ്ങൾക്ക് കണ്ടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഖബറുടെ അരികിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ചെന്നില്ലേ, 2 ഖബറാളുകൾക്കും ശിക്ഷയുണ്ട്. ഒരാൾ മൂത്രമൊഴിച്ച് ശരിയായി ശുദ്ധിയാക്കിയിട്ടില്ല, പിന്നൊരാൾ നമീമത്തുമായി നടന്നവണ്. അപ്പൊ ഇതൊക്കെ കണ്ണിൽ കണ്ട വ്യക്തിയായിട്ടിരിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലായിട്ടിരിക്കുന്നത് അണ്ടത്തെ നാള് ഭയങ്കര നാള് എന്ന് ചൊല്ലുമ്പോ നബി തങ്ങളെ കണ്ണിൽ നിന്നും കണ്ണിടെ തന്നെ വന്ന്, യൗമ യഹ്താജുൻ നാസു ഫീ ലാ യഹ്മല അൻഹും മിൻ ഔസാരിഹിം. അങ്ങനെ തപ്പ് 6 പുറത്തുള്ള 2 തപ്പ് ആരെ തലക്കിട്ട് വിട്ടേ എന്ന് മനുഷ്യന്മാർ കാത്തോണ്ടിക്കുന്ന ഒരു സന്ദർഭമാണ്.
കാല ഫയഖൂലുല്ലാഹു തആല அப்போ அல்லாஹு தாலா சொல்டா ஆரோட்டியே ஒருத்தலை கேட்குறேன் நண்டே ನಕ್ಕ ಅವನಲ್ಲಿ ಅನ್ಯಾಯ ನಕ್ಕ ಇನ್ನೇನು ಅನ್ಯಾಯ ಹಾಕಿರ ನಕ್ಕಾದ್ರೆ ಇದು ತರ್ಮ ಚೋದು ಅಪ್ಪ ಅವನೊಟ್ಟಿಗೆ ಅಲ್ಲಾಹು ತಾಲ ಚೊಲ್ಲ ನಿಂದೆ ಕಣ್ಣನ್ನು ಎತ್ತಿ ನೋಕು അള്ളാഹു താല ഇർഫ ബസർ ഫൻദുർ ഫിൽ ജിനാൻ സ്വർഗത്ത് കൊന്നു നോക്ക് അപ്പം ചൊല്ല പടച്ചവനെ നാണ് പിന്നെ വെള്ളിയിടാനുള്ള കൊട്ടാരങ്ങളും ബംഗാറിൻ്റെതായ ബിൽഡിങ്ങുകളും നാക്കാണ്ട് അതിൽ രത്നങ്ങളെ കൊണ്ട് കൊത്തിവെച്ചത് ഭയങ്കര സൗന്ദര്യമുള്ള ബിൽഡിങ്ങുകൾ സ്വർഗത്ത് നിനക്ക് കണ്ടുകൊണ്ടുണ്ട്. എന്നിട്ട് അള്ളാഹു താലയുടെ ഈ മനസ്സിലേക്കടെ ലി അയ്യ നബിയൻ ഹാദാ ഔലി അയ്യ സുദ്ദീഖിൻ ഔലി അയ്യ ഷഹീദിൻ പടച്ചവനെ ഇത്രക്കും സൗന്ദര്യമുള്ള ഈ സ്വർഗത്തിലെ കൊട്ടാരം ഏത് നബിക്ക് നബി, ഏത് സിദ്ദീഖ്, ഇത് ഏത് ഷഹീദുകായിട്ട് ഈ ബിൽഡിങ്ങുകളെ നിർമ്മിച്ചു വെച്ചത്, ഈ കൊട്ടാരങ്ങൾ സ്വർഗത്തെ സൗകര്യങ്ങൾ. അപ്പൊ അള്ളാഹു താല ചൊല്ല ഹാദാ ലിമൻ ആൽഖത്തമൻ, ആറ് പ്രതിഫലത്തെ തണ്ടന അവനുക്ക് ഇത് നാ കൊടുക്കല. നബി ആവണിട്ടില്ല, സിദ്ദീഖ് ആവണിട്ടില്ല, ഷഹീദ് ആവണിട്ടില്ല. കാല യാ റബ്ബ് വമൻ യംലികു ദാലിക്, ಇದಕ್ಕೆ ಬೆಲೆ ತರಕ ಆರಿಗೆ ಸಾಧ್ಯ ಆಗುದು. ಅಲ್ಲಾಹು ರೆಡ್ಡಿ ಕೇಳ್ಕೊಂಬ ಕಾಲ ಅಂತ ತಂಬ್ಲಿಕ್ಕೆ ಅಪ್ಪ ಅಲ್ಲಾಹು ತಾಲ ಚೊಲ್ಲ ನಿಕ್ಕೆ ಬೆಲೆ ಕೊಡ್ಕೋತೀವಿ. ಏನೇ ಬೆಲೆ കൊടുക്ക കാല ബിമാദാ യാ റബ്ബ്, പടച്ചവനെ ഞാനെങ്ങനെ ಅದಕ್ಕೆ ಬೆಲೆ ತಂದೆ, എത്ര ಬೆಲೆ തറ കാല. അപ്പൊ നബി തങ്ങ ചൊല്ലുക ബിഅഫീകൻ അഖീക, നിന്റെ സഹോദരനല്ലേ, അവനൊരു മുസ്ലിം അല്ലേ, അവനക്ക് നീ അഫു കൊടു, നിക്ക് ഞാൻ അത് തന്നെ. അപ്പൊ നിക്ക് അതിലെ എടുത്തൊലകൊല്ല ബല നിന്റെ കയ്യിലുണ്ട്. എന്തിരെ നീ നിന്റെ സഹോദരന്റെ ഒട്ടിക അവൻ നക്ക് അന്യായ ആക്കിര, അപ്പൊ അവനിൽ നിന്ന് നക്ക് നല്ലത് പ്രതിഫലങ്ങൾ നക്ക് തരണം. അതില്ലാണ്ട് അവൻ എൻ്റെത് എടുത്തിട്ട് അവന് കൊടുക്കണിട്ടത്, നീ അവനക്ക് ആഫു ആക്ക്, നീ അവനക്ക് മാഫാക്ക്. നാനിക്കാ സ്വർഗത്തിലെ കൊട്ടാരങ്ങളിലാ തൻ്റെ. കാല യാ റബ്ബ് ഖദ് അഫൗതു അൻഹു, അപ്പൊ ചില പടച്ചവനെ ഞാൻ അവനക്ക് അഫു കൊടുത്തേ. ഫയഖൂലുല്ലാഹു തആല ഖുദ് ബിയദി അഖീക ഫഅദ്ഖിൽഹുൽ ജന്ന, അപ്പൊ അല്ലാഹു തആല ചൊല്ല അവൻ്റെയും കൈപിടിച്ച് പോ സ്വർഗത്തിൽ. ثم قال صلى الله عليه وسلم اتقوا واصلحوا ذات بينكم, പിന്നെ നബി തങ്ങൾ ചൊല്ലേ അല്ലാഹുവെ തഖ്വ ചെയ്ത് ജീവിക്കറു, മനുഷ്യന്മാരുടെ ഇടയിൽ നന്നാക്കി വിടറു. فإن الله تعالى يصلح بين المؤمنين يوم القيامة, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ അങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിച്ച് സമാക്കി വിടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യക്ക് ഒരു അഫു കൊടുക്കണേന്ന് ചൊല്ലത്, മാഫ് കൊടുക്കണേന്ന് ചൊല്ലത്, അവനക്ക് ഞങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേന്ന് ചൊല്ലത് വലിയ പ്രതിഫലമുള്ള കാര്യങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ അല്ലെ. മുഅ്മിനീങ്ങളുടെ ഇടയിൽ നന്നാക്കുക, മുഅ്മിനീങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുക, അങ്ങനെ സമാക്കി വിടുക, അങ്ങനെ അഫു കൊടുക്കുക, മാഫ് കൊടുക്കുക അല്ലെ. ഞങ്ങൾ സാധാരണ എന്താ ചൊല്ല, ഞാൻ അവനക്ക് എന്തായാലും ഞാൻ അവനക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കലേ. എത്ര വലിയ കാര്യമായിട്ട് ഇത് പരസ്പരം അഫു കൊടുക്കുക എന്നുള്ളത് അല്ലെ. അള്ളാഹു തആല വരെ മുഅ്മിനീങ്ങളുടെ ഇടയിൽ നന്നാക്കി വിടുക, സമാക്കി വിടുക എന്നുള്ളത്. അപ്പൊ പരസ്പരം മുഅ്മിനീങ്ങളുടെ ഇടയിൽ സമാക്കി വിടുക, അങ്ങനെ ഇടയിൽ നന്നാക്കി വിടുക, അങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കുക, ഇതൊക്കെ ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യങ്ങൾ എന്ന് ഈ ഹദീത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം. റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക, മറ്റുള്ള ആൾമാർ കേൾക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.